ഇങ്ങനെ 16,000 പെൺകുട്ടികളെ ഭഗവാൻ സ്വീകരിച്ചതുകൊണ്ടും 8 പേര് ഭഗവാന് പത്നിമാരായിട്ടുള്ളത് കൊണ്ടും മുഴുവനായി നമ്മൾ 16,008 ഭാര്യമാര് ഭഗവാൻ കൃഷ്ണനുണ്ട് എന്ന് പറയാറുമുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ ഭഗവാൻ ചെയ്തിട്ടുള്ള ഈ ഒരു ലീലയെ വളരെയധികം അപഹസിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. കൃഷ്ണൻ ഇത്രയധികം വിവാഹം ചെയ്തില്ലേ, കൃഷ്ണൻ ഒരു സ്ത്രീലമ്പടനായിട്ടുള്ള ആളാണോ തുടങ്ങിയിട്ടൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരാറുണ്ട്. കൃത്യമായിട്ട് ഭാഗവതം എന്താണെന്ന് മനസ്സിലാക്കാതെ, സാക്ഷാൽ നാരായണനായിട്ടുള്ള കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാക്കാതെ അദ്ദേഹത്തിൻ്റെ കഥകൾ വെറും സാധാരണ കഥകളായിട്ട് മാത്രം കാണുന്നവരാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഭാഗവതം പഠിക്കുന്ന സമയത്ത്, ഭഗവാനെക്കുറിച്ച് അറിയുന്ന സമയത്ത് എന്താണ് ഈ 16,008 എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്ന നാരായണീയത്തിൽ ഭഗവാനെ വർണ്ണിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഉപനിഷത്തുക്കളാകുന്ന സുന്ദരിമാരുടെ നടുവിൽ ഭഗവാൻ നിൽക്കുന്നു എന്നും, അറിവിൻ്റെ കേന്ദ്രമായിട്ട് ഭഗവാൻ വർത്തിക്കുന്നു എന്നാണ്. രണ്ടാമത്തെ ഒരു വശം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഒരു പെൺകുട്ടിയെ ആത്മഹത്യയിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി ഭഗവാൻ എടുത്തൊരു ശ്രമം അങ്ങനെ കണക്കാക്കാം. അല്ലെങ്കിൽ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ഭഗവാൻ ലയിപ്പിച്ചതായിട്ട് കണക്കാക്കാം. ഏത് രീതിയിൽ നമ്മൾ കണക്കാക്കിയാലും അതിൻ്റെ സമാനാടിസ്ഥാനത്തിലുള്ള അർത്ഥമല്ല അതിനുള്ളതെന്ന് മനസ്സിലാക്കുക.